വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ നേരെ പുറത്തോട്ട് പോകാൻ വേണ്ടി പോയപ്പോഴത്തേക്കും എണ്ണ അടിച്ച് എയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നോക്കിയപ്പോൾ ഉണ്ണിയുടെ കണ്ണിലാണെങ്കിൽ 2 ദിവസമായിട്ട് എന്തോ അടിച്ച് കണ്ണൊക്കെ ചുമന്നിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ നോക്കി എണ്ണയൊക്കെ അടിച്ച് നമ്മൾ നേരെ പോകാൻ വേണ്ടി പോവാണ്. എൻ്റെ സ്കിന്നിനാണെങ്കിൽ ഭയങ്കര ഒരു ഇത് കുറവായിരുന്നു. പിന്നെ അതൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ ആലൂര് ഈ ഒരു ഡ്രസ്സ് എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് അച്ഛനൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അവർക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ വേറെ പുറത്തോട്ടൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആലൂരിന് ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി പോയിരുന്നു. അവരാണെങ്കിൽ അവിടെ അടുത്തൊരു കഫേയിലുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ അവിടെ പോയി അവർക്ക് ഡ്രസ്സൊക്കെ കൊടുക്കാൻ വേണ്ടി പോവാണ്. വന്നപ്പോൾ ആണെങ്കിൽ ആരും ഭയങ്കര കണ്ടിട്ട് ഇവരേതാണെന്ന് പോലും അറിയുന്ന മൈൻഡ് പോലും ഇല്ലായിരുന്നു. ചേച്ചി ഭയങ്കര ഒരു ഷോയിലൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ കൊടുത്തപ്പം കൊള്ളാം വേണ്ട അങ്ങനത്തെ ഒരു മൂടൊക്കെയായിരുന്നു. കണ്ട ഇവൻ എന്തായി കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനായിട്ടൊക്കെ വന്ന് അടുത്തൊക്കെ ഇരുന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ലോഡഡ് ഫ്രൈസൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു അഡോറ് പണിയൊക്കെ കിട്ടാൻ തുടങ്ങും. ഇതായിട്ട് ആ സമയത്തൊക്കെ ഞങ്ങൾ ചുമ്മാ അവിടെ ഇരുന്ന് കളിക്കുകയൊക്കെയാണ്. പിന്നെ ആലുമായിട്ട് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അവളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇഷ്ടപ്പെട്ടാതെ ഇതാന്നൊക്കെ. പിന്നെ അവിടെ മഴയൊക്കെ പെയ്ത് അത് നോക്കി നമ്മളവിടെ കുറച്ച് നേരം നിന്ന് അവിടെ നിന്ന് പിന്നെ ഇപ്പോൾ പോകാമെന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് മഴ കൂടുന്നില്ലാതെ കുറഞ്ഞില്ല. പിന്നെ നമ്മൾ കടയുടെ വാതിക്കൽ നിന്ന് അവർക്കൊരു ശല്യം ഉണ്ടെന്ന് ഓർത്ത് ഞങ്ങൾ ഇപ്പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ അവിടെയാണെങ്കിൽ നല്ല കിടുക്കൻ മഴ. അങ്ങനെ മഴയൊക്കെ തന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്.